സത്യസാറിന് ആകെ മൂഡ് ഔട്ട് ആണല്ലോ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഉം, അതല്ല, എന്തോ ഉണ്ട്. എനിക്കറിയില്ലേ ഈ മുഖത്തെ ഭാവമാറ്റങ്ങള്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഹലോ, എപ്പോ? ഞാനിതാ വരുന്നു. എന്താ പറ്റി? ഞാൻ ജോലി കഴിഞ്ഞ് പോവാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ കുളിമുറിന്ന് അമ്മയുടെ വിളി കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോ വീണ് കിടക്കണു. എന്താന്നറിയില്ല, പെട്ടെന്നൊരു തലച്ചിട്ടില്. ഞാൻ അവിടെ ഇരിക്കാൻ നോക്കിയതാ, വാതിലിൽ പിടിച്ചതും ദാ കിടക്കണം. എന്നിട്ട് ഞാൻ പതുക്കെ പിടിച്ചണീപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ഈ കാല് വല്ലാണ്ട് വേദനിക്കണം മോനെ, എവിടെയോ തട്ടിയെന്ന് തോന്നണം. ഒന്നും ഉണ്ടാവില്ലമ്മേ, ഒക്കെ മാറും. ഉം. ഇത്തിരി കിടന്നോളൂ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. അല്ല, വിശ്വനാഥ മുതലാളിയുടെ അവിടെ അവരെന്നെ കാത്തിരിക്കും. ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ പൊയ്ക്കോളി ശകുന്തള. ആ. നീ വിമലയ്ക്കൊന്ന് ഫോൺ ചെയ്ത് വരാൻ പറയും. ആദ്യം ഞാൻ ഡോക്ടർ ജയശങ്കർ എന്ന് വിളിക്കട്ടെ. അമ്മ കിടന്നോളൂ. ഞാൻ കിടന്നോളാം, നീ പൊയ്ക്കോളൂ. അല്ല, ഞാൻ കിടന്നോളാം, കിടന്നോളാം. കുഴപ്പമൊന്നുമില്ല. തുടയിലൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, ഒരു ഹെയർ ലൈൻ സ്ക്രാച്ച്. അത് സാരമില്ല. തൽക്കാലം പ്ലാസ്റ്റർ ഒന്നും ഇടണ്ട. പക്ഷേ കാല് നിലത്ത് കുത്തരുത്. അതായത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. പ്രായമായതല്ലേ, ബോൺസൊക്കെ ഇത്തിരി വീക്കാ. അതുമാത്രമല്ല, അമ്മ ഡയബറ്റിക് അല്ലേ, ഹാർട്ടും കുറച്ച് വീക്കാ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഡോക്ടർ, അമ്മയ്ക്ക് തലചുറ്റൽ വന്നു എന്നുള്ളത് അത് തൽക്കാലത്തെ ടെൻഷൻ കൊണ്ടാവും. BP അല്പം ഷൂട്ടപ്പ് ചെയ്തിരുന്നു. ഇപ്പോഴും ഒക്കെ നോർമലാ. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നോ, അതൊന്നും വേണ്ട. കാല് നിലത്ത് കുത്തി ബലം പ്രയോഗിക്കാൻ നോക്കിയാൽ മതി, അത്രയേ വേണ്ടൂ. തൽക്കാലത്തേക്ക് ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, BP കൺട്രോൾ ചെയ്യാൻ. കുറച്ച് ദിവസം കഴിക്കട്ടെ. എല്ലാറ്റിനും നീയാ കാരണക്കാരൻ. മീര എന്നെ വിളിച്ചിരുന്നു. എന്തിനാ നിന്റെ പുറപ്പാട്? വിവരത്തി ഞാൻ നിങ്ങൾക്കൊന്നും ഞാൻ പറയണ മനസ്സിലാവില്ല. നീ പറയണത് മനസ്സിലാവാത്തത് നിന്റെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടാ. നോക്ക്, എനിക്കും ഒരു മോളുള്ളതാ. നാളെ അവളെയും കല്യാണം കഴിച്ച് അയക്കേണ്ടതാ. അവളുടെ ഒരേ ഒരു അമ്മാവൻ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയുമ്പോ എങ്ങനെയൊക്കെ? പച്ചയ്ക്ക് പറയണോ ഞാൻ? മീര പറഞ്ഞതൊക്കെ പച്ചയ്ക്ക് പറയണോ? അവൾ ഇവിടെ ഇറങ്ങി പോവാൻ എന്താ കാരണം? അത് അവളോട് ചോദിക്കണം. ചോദിക്കേണ്ടി വന്നില്ല. അവളെല്ലാം എന്നോട് പറഞ്ഞു. നിനക്ക് പറയാനുള്ളതാ എനിക്ക് കേൾക്കേണ്ടത്. ഓവർ പൊസസീവ് അവള്. എല്ലാ ഭാര്യമാരും പൊസസീവാ. അതെന്താ നീ മനസ്സിലാക്കാത്തെ? വിമലെടുത്തി, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയമല്ല ഇത്. അമ്മയുടെ കാര്യത്തിൽ എന്താ വേണ്ടേ? ഇതുവരെ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെ നോക്കി നടത്തിയിരുന്ന അമ്മ എന്നിപ്പോ ഈ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കിയത് നീയാ. സൊല്യൂഷൻ നീ തന്നെ കണ്ടുപിടിക്ക്. ഫിലോസഫി ഉപദേശം കേൾക്കാനല്ല ഞാൻ വിമലെടുത്തിയെ ഫോൺ ചെയ്ത് വരുത്തിയത്. 1-2 മാസം അമ്മയെ അവിടെ കൊണ്ടുപോയി നോക്കാൻ കഴിയുമോ വിമലെടുത്തിക്ക്? അതെങ്ങനെയാ സത്യ? അവിടെ രാധേട്ടന്റെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് നേരം തികയണില്ല. അതിനിടയിൽ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയാ അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും, എനിക്കും ബുദ്ധിമുട്ടാവും. രാധേട്ടന്റെ മട്ടും മാതിരി നിനക്കറിയല്ലോ. അറിയില്ല, പക്ഷെ ഇപ്പൊ അതറിയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ശൗന്തളെ, 1-2 മാസം മുഴുവൻ നേരം നിൽക്കാൻ പറ്റും നിനക്ക്? അയ്യോ ചേച്ചി, 2-3 വീട്ടുകാർ എന്നെ കാത്തിരിക്കുമ്പോ എത്ര പൈസ വേണമെങ്കിലും തരാം. പൈസ അല്ലല്ലോ ചേച്ചി, സ്നേഹമല്ലേ പ്രധാനം. ആ നീ ത്രേസ്യാമ്മയുടെ അപ്പുറത്ത് പോ. ഒന്നുകിൽ അമ്മയെ വിമലെടുത്തി അങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ കുറച്ച് ദിവസം വിമലെടുത്ത് ഇവിടെ വന്നിക്കുക. അതേ വഴിയുള്ളൂ. രണ്ടും നടക്കാത്ത കാര്യ സത്യ. ഒരു വഴിയുണ്ട്. ഒരു ഹോം നഴ്സിനെ നിർത്തുക. ഇപ്പൊ അതൊക്കെ എല്ലാ വീട്ടിലും പതിവാ. 10,000-2,000 രൂപ മാസം കൊടുക്കേണ്ടി വരും. പകുതി ഞാൻ തരാം.
പൈസയുടെ കാര്യം അല്ലേ വിമലടുത്തി. അതേ വഴിയുള്ളൂ സത്യ. റെഡ് ക്രോസ് സൊസൈറ്റിയിൽ വിളിച്ച് ഞാൻ ഏർപ്പാട് ചെയ്യാം. പോവില്ല. ഇനി ഞാൻ എവിടേക്കും പോവില്ല. കഴിയില്ല എനിക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് ഇപ്പൊ എന്നെ എന്താ വിളിക്കുന്നറിയോ? അറിയോ അപ്പച്ചന്? റാഹേലിന് റീനയ്ക്കും അറിയോ? മരണദൂതീന്ന്. ഞാൻ ജോലിക്ക് നിന്ന് 3 ഇടങ്ങളിലും 3 മാസം തികയ്ക്കാൻ ഒത്തില്ല. 3 പേഷ്യൻസും മരിച്ചു. ശവമെടുപ്പ് കഴിഞ്ഞ ഞാൻ തിരിച്ചു പോന്നത്. വയ്യ അപ്പച്ച, ഇനി മരണങ്ങൾക്ക് സാക്ഷിയാവാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ മോളെ? വല്ലപ്പോഴും കിട്ടുന്ന ഈ ജോലിയും കൂടെ വേണ്ടാന്ന് വെച്ചാൽ എങ്ങനാ? നിന്റെ താഴെയുള്ള ഈ 2 എണ്ണങ്ങളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പച്ചൻ്റെ കാര്യം പോട്ടെ. ആലോചിക്കാഞ്ഞിട്ടല്ല അപ്പച്ച. എന്നാലും ഒരെന്നാലും ഇല്ല. മാസം 2000 രൂപ കിട്ടുന്നത് കളയണോ? അതുമല്ല, ഒന്നുമില്ലെങ്കിലും നിന്റെ ഒരാളുടെ ഭക്ഷണക്കാര്യമെങ്കിലും മുടങ്ങാതെ കഴിഞ്ഞു പോകുമല്ലോ. അപ്പച്ചനത് പറയാം. 3 മാസം തികയ്ക്കാതെ ഇറങ്ങി പോരുമ്പോ ആ വീട്ടുകാരുടെ സങ്കടം നോട്ടം കാണേണ്ടത് ഞാനാ. ഇതുങ്ങൾക്കും ഉണ്ടാവില്ലേ പഠിക്കാൻ ആഗ്രഹം? നിന്റെയും കൂടെ കടമയല്ലേ അതിന് സഹായിക്കാന്നുള്ളത്? അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോണ്ട. ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ അങ്ങ് കഴിയാം. എന്റെ മനോവിഷമം കൊണ്ടാ അപ്പച്ച ഞാനിതൊക്കെ പറയുന്നത്. മോൾ ആലോചിക്ക്. പോകാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ പോകണ്ട. അപ്പച്ചൻ അതിൽ വിഷമം ഒന്നും ഉണ്ടാവില്ല. മോളിങ് വന്നേ. മതി മോനെ. പോരാ, ഈ ഒരു ഇഡലിയോടെ കഴിക്കണം. വേണ്ട മോനെ, ഇൻസുലിൻ എടുത്തതാ. ഇത് മുഴുവൻ കഴിച്ചാലേ ശരിയാവില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മോനെ. ആ വെള്ളം എടുത്തു തരൂ. നിനക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ? അങ്ങനെയൊന്നും പറയരുതമ്മേ. ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടേയും ആർക്കും ഭാരമാവാണ്ടേയും കൊണ്ടുപോണേ ഗുരുവായൂരപ്പാന്ന് നിത്യവും പ്രാർത്ഥിച്ചിട്ട്. ഷാ ഗുരുവായൂരപ്പ നാരായണ. ഞാൻ ഹോം നഴ്സ് സത്യനാഥ് സാറല്ലേ? അതെ, സാർ ഇവിടെ? ഇതെന്റെ വീടാണ്. എന്റെ ഈശോയെ, ഹോം നഴ്സായിട്ടൊരു വീട്ടിലേക്കെന്ന് പറഞ്ഞപ്പോ ഈ വീടാന്ന് കരുതിയില്ല. 2 വർഷം മുമ്പ് SN കോളേജിൽ യൂണിയൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നിരുന്നു സാറ്. ഞാനും നമ്മുടെ 2nd ഇയർ BA മാഗസീൻ എഡിറ്റർ ഓഹോ, ആലീസ്. ഓർമ്മയില്ലേ സാറിന്? വാസ്തവത്തിൽ എനിക്ക് ഓർമ്മയില്ല. വരൂ, അമ്മയെടുത്ത് വാ. അമ്മേ, ആ, ഇതാ അമ്മയെ നോക്കാൻ വന്ന പെൺകുട്ടി. എന്താ മോളുടെ പേര്? ആലീസ്. നല്ല പേര്. ആലീസ് ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. എപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റൂ? ഇരിക്കൂ. ഞാൻ പിന്നെ ഇരുന്നോളാം. ഈ ഇടത്തെ കാലിന് നല്ല വേദനയുണ്ട് മോളെ. എല്ലാം ഭേദാവും അമ്മേ. മരുന്നുകളൊക്കെ അലമാരയിലുണ്ട്. ഞാൻ നോക്കിക്കോളാം സാർ. ഒരാഴ്ചത്തെ ലീവ് എടുത്തിരുന്നു. ഇന്നത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തിനാ? സാറ് വേണമെങ്കിൽ ഓഫീസിൽ പൊയ്ക്കോളൂ. ഞാനില്ലേ ഇവിടെ. ഭക്ഷണമൊക്കെ ശകുന്തള ഉണ്ടാക്കി വെക്കും. അമ്മയ്ക്ക് ഞാൻ എടുത്തു കൊടുത്തോളാം സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ അമ്മയുണ്ടല്ലോ ഇവിടെ. വൈകുന്നേരം വേഗം വരാം അമ്മേ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് സാറ് വിഷമിക്കണ്ട. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. നിശ്ചയിച്ചതാ ഞാൻ. മോളെ, ആ സ്ത്രീ അവൻ്റെ അമ്മ വീണ് കിടപ്പില്ല. കാലിലെ എല്ലൊടിഞ്ഞെന്നാ ഞാൻ കേട്ടത്. നിന്റെ കടമയല്ലേ അവിടെ ചെന്ന് അവരെ നോക്കുക എന്നുള്ളത്? അവിടെ നിന്നിടത്തോളം കാലം ഞാൻ എന്റെ കടമ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ അമ്മയെ നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇല്ലെന്നാരെങ്കിലും പറയട്ടെ. ഒരാപത്ത് വരുമ്പോഴല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ആവശ്യമുള്ളവര് ഇവിടെ ഒന്ന് വിളിച്ചറിയിച്ചില്ലല്ലോ. എന്താ ഇവിടുത്തെ ഫോൺ നമ്പർ മറന്നുപോയോ അവിടെ ഉള്ളവര്? ഇതിപ്പോ അച്ഛൻ വഴിയിൽ എവിടുന്നോ ആരോ പറഞ്ഞു കേട്ടിട്ട്. ഇല്ലച്ചാ, ഞാൻ പോവില്ല. നീ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛന് മനസ്സിലാവില്ല. അച്ഛനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയേയില്ല.
ഒരു മകൾക്കും ഒരച്ഛനോടും പറയാൻ കഴിയാത്ത കാര്യങ്ങളാ അതൊക്കെ. അവക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ട. അത്രയ്ക്ക് മനസ്സ് വിഷമിച്ചിട്ടാ അവൾ അവിടുന്ന് ഇറങ്ങി പോന്നിരിക്കണത്. ഇനിയിപ്പൊ അവരായി അവരുടെ പാടായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടു പോയതല്ലേ അവൻ ഇവളെ. ഇവക്കും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങൾ? ഉത്തരവാദിത്തങ്ങൾ ഒരാൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ആ മനുഷ്യന് മനസ്സിലാക്കേണ്ടതാ അതൊക്കെ. ആ സ്ത്രീ തീരെ കിടപ്പില്ലെന്നാ കേട്ടത്. അച്ഛനൊന്നും പറയണ്ട. ഇനിയിപ്പൊ ഞാൻ ഇല്ല അങ്ങോട്ട്. ഈ മീരയുടെ നിശ്ചയം അത്. എനിക്കുണ്ട് കുറച്ച് അഭിമാനമൊക്കെ. അതൊക്കെ കളഞ്ഞ് ഇനിയും പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് അച്ഛൻ എന്നോട് പറയൂ. പറഞ്ഞ പിന്നെ ഈ മീര ജീവിച്ചിരിക്കില്ല. നിനക്ക് സമാധാനായില്ലേ ആലീസേ? കർത്താവിന്റെ കൃപ കൊണ്ട് ഈ അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. 2 മാസം, 2 മാസം കൊണ്ട് അമ്മയ്ക്ക് നടക്കാറാവും. പിന്നെ സമാധാനത്തോടെ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോവാൻ നിനക്ക്. കേട്ടോ ആലീസേ? ഇനി ആരും നിന്നെ മരണദൂതിന്ന് വിളിക്കില്ല. ദൈവത്തിന് സ്തുതി പറ ആലീസേ. കന്യാമാതാവിന് സ്തോത്രം ചൊല്ല്. ദേ നോക്ക്, ഇനി നീ നിന്നെ പുച്ഛിക്കരുത്, നിന്ദിക്കരുത്. നീ നിന്നെ തന്നെ ശപിക്കുകയും ചെയ്യരുത്. കുറച്ച് വെള്ളം വേണം ശകുന്തളേച്ചി, അമ്മയുടെ ദേഹത്തൊക്കെ ഇന്ന് നനച്ചു തുടയ്ക്കാൻ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവണേ ഉള്ളൂ. എന്താ അമ്മയ്ക്ക് രാവിലെ കഴിക്കാൻ? ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും. ശകുന്തള ചേച്ചിയെ സമ്മതിക്കണം. 3 വീടുകളിൽ ഓടി നടന്ന ജോലിയല് അത്ര ചില്ലറക്കാരിയൊന്നുമല്ല. ശീലമായ എല്ലാം എളുപ്പം ആലീസേ. ശീലം ആവലാണ് പ്രധാനം. എനിക്കിപ്പോ എല്ലാം ശീല. ഇനി ജോലി ചെയ്യാണ്ടിരുന്നാലാ അസ്കിത. ഉച്ചത്തേക്ക് അമ്മയ്ക്ക് എന്താ? ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പോണുള്ളൂ. അതാ എന്റെ പതിവ്. ഇതൊക്കെ നിത്യം ഇവിടെ വന്ന് ചോദിക്കാറാ അമ്മയായിരുന്നു. അത് കിടപ്പിലായി. കുഞ്ഞിപ്പൊ അന്വേഷിച്ചില്ലേ അടുക്കള കാര്യങ്ങള്? ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഒരാള്? ഒരൊറ്റ കാര്യം അന്വേഷിക്കില്ല. അതെങ്ങനെയാ? ഭർത്താവിനെ കുറ്റം പറയാനല്ലേ അവർക്ക് നേരെ ഉള്ളൂ. പാവം സത്യം സാറ് കുറേ സഹിച്ചിരിക്കുന്നു. ഒരു കണക്കിന് ആ സാധനം അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നന്നായി. പണത്തിന്റെ ഹുങ്കായിരുന്നു അതിന്. പണത്തിന്റെ ഹുങ്ക്. ഇഞ്ചക്ഷൻ എടുത്തു അല്ലേ? ഞാനത് ഓർമ്മപ്പെടുത്താൻ വരികയായിരുന്നു. ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സർ, ഇതെന്റെ ഡ്യൂട്ടി അല്ലേ, മറക്കില്ല. 6-7 ദിവസം നീ കുത്തിയപ്പോ ഭയങ്കര വേദനയായിരുന്നു. ഈ കുട്ടി എത്ര പതുക്കെയാ കുത്തണേ? ഈ കുട്ടിക്കത് ശീലമാണമ്മേ, അതുകൊണ്ടാ. ഞാനാണെങ്കിൽ ഇനി ഇത് ആദ്യം പഠിച്ചു വരണം. ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിക്കൊന്നും വേണ്ട, നല്ല കവിതകൾ എഴുതി മലയാളത്തെ ധന്യമാക്കിയാൽ മതി. പഴയ മാഗസിൻ എഡിറ്ററുടെ ഭാവന ഉണർന്നു വരുന്നുണ്ടല്ലേ? പോട്ടെ അമ്മേ, ഓഫീസിൽ പോകാൻ നേരം. ഇവനാ ഇപ്പൊ എന്റെ ദുഃഖം. പാവം. എന്റെ കാലം കഴിഞ്ഞ അവന് ആരുമില്ല. അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കരുതമ്മേ. ഒരു ചീത്തക്കാലത്തിന് ഒരു നല്ല കാലം വരാനുണ്ടാവും. തരുന്ന സൗഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയാം, അത്ര തന്നെ. MA കഴിഞ്ഞപ്പോ ഒരു കോളേജിൽ ജോലി കിട്ടിയത് അവന്. അത് കളഞ്ഞിട്ടാ പത്ര ഓഫീസിൽ. ഒരുപാട് പേര് ആരാധിക്കുന്ന കവിയ അമ്മേ സത്യൻ സാറ്. ആയിരിക്കാം, പക്ഷെ അത് തന്നെ അവന് ദോഷമായിട്ട് വന്നതും മീരി അവനെ വെറുക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാ. എന്നും വഴക്കും ബഹളവും. ഒടുവിൽ അവള് രണ്ടും കൽപ്പിച്ചൊരു പോക്കും. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞല്ലേ, ഞാൻ അമ്മയ്ക്കുള്ള ആഹാരം കൊണ്ടുവരാം. മോളെ, എന്താ അമ്മേ? ഈ വെള്ള ഡ്രസ് മാത്രമേ ഉള്ളൂ നിനക്ക്? ഇത് ഡ്യൂട്ടി ഡ്രസ് അമ്മേ, ഇതേ ധരിക്കാവൂന്ന നിയമം. അതൊന്നും ഇവിടെ നോക്കണ്ടെന്നേ. വല്ല ചുരിദാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ടുള്ളൂ. ഇതൊരുമാതിരി വെള്ള വേഷം. എന്റെ അമ്മേ, ഇതിട്ടില്ലെങ്കിലേ എന്റെ ജോലി പോവും. സർ, സർവീസ് സ്റ്റോറിയുടെ ആഡ് ലേഔട്ട്. എഡിറ്റർ എന്ന് കാണിച്ചേക്കാം. ആഡ് ലേഔട്ട് തയ്യാറായിട്ടുണ്ട്. മനോജിനെ അയച്ച സർവീസ് സ്റ്റോറി കളക്ട് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ച് പോയതല്ലേ ഞാൻ. അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു.
മനോജിനെ അയച്ചിരുന്നു എന്നിട്ട് സാർ. എവിടെയാ സർവീസ് സ്റ്റോറി? അത് മനോജ് വേണ്ട, ഒന്നും പറയണ്ട. മനോജ് അവിടെ ചെന്നിട്ടുമില്ല, അയാളെ കണ്ടിട്ടുമില്ല. ഇന്നലെ ഞാൻ എത്തിയിട്ട് ഫോൺ ചെയ്തപ്പോഴാണ് വിവരം അറിയണത്. അതുകൊണ്ട് എന്തായി? സ്റ്റോറി പിന്നീട് ഡിലേ ആയി, അത്ര തന്നെ. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒരാളെ അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് അതവിടെ വെച്ചേക്ക്, ഞാൻ നോക്കിക്കോളാം. എന്തായി ലേഔട്ട്? പിന്നീട് നോക്കി തന്നോളാം എഡിറ്റർ. സാർ ഇതുവരെ എനിക്ക് മാപ്പ് തന്നില്ലാന്ന് തോന്നുന്നു. കുറ്റം ചെയ്തവർക്കല്ലേ ശിക്ഷയും മാപ്പും ഒക്കെ. ലളിത കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും എല്ലാറ്റിനും കാരണക്കാരി ഞാനാണല്ലെന്ന് വിചാരിക്കുമ്പോൾ ഞാനും മുകുന്ദേട്ടനും തമ്മിൽ ഇതേക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. സാരമില്ല, ഇനി നിങ്ങൾ ഇതേക്കുറിച്ചൊന്നും പറയണ്ട. ഒരു കണക്കിന് അതൊരു ഉപകാരമായി. ഒരു വലിയ തലവേദന വിട്ടുമാറിയ പോലെ. അമ്മയ്ക്ക് കിടപ്പിലാണ്, ഹോം നഴ്സിനോട് നോക്കാൻ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല. ആലിസ് പാവാ. അത് സാറിന്റെ നല്ല മനസ്സുകൊണ്ട് തോന്നണതാ. പത്രത്തിലൊക്കെ കാണണില്ലേ എത്രയോ വിശ്വസിച്ചവർ ചതിച്ചു പോണത്. അമ്മയെ ആ സ്ത്രീയുടെ കൂടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എന്നും വിചാരിക്കും വരണം വരണമെന്ന്. അവിടുത്തെ തിരക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരം കിട്ടണ്ടേ? ആ, എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഉറങ്ങായിരുന്നു, ഉണരാറായിട്ടുണ്ടാവും. ഇതെന്താ ചേച്ചി പാവ ഉണ്ടാക്ക? മോക്ക് വേണോ പാവ? ആ, അമ്മേ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ നോക്കിയേ. അമ്മമ്മേ മോളെ ഇരിക്കും. എങ്ങനെയുണ്ട് അമ്മമ്മയുടെ കാല് വേന? നല്ല വേദണ്ട്. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണില്ലേ അമ്മേ? ദാ ഇവളുണ്ടല്ലോ എല്ലാം കൃത്യമായിട്ട് നോക്കി എടുത്തു തരാൻ. കഴിച്ചില്ലാച്ചാ നിർബന്ധിച്ച് കഴിപ്പിക്കും. ഞാനിത്തിരി ചായ ഇടാം. വാ മോള് വാ, ചേച്ചി പാവ ഉണ്ടാക്കി തരാം. വരണ്ടാന്ന് കരുതിയിട്ടല്ല അമ്മേ, സമയം കിട്ടാഞ്ഞിട്ടാ. എനിക്കറിയാം വിമലേ, ഒരു വിഷമവും ഇല്ല എനിക്ക്. ആലീസ് എന്നെ നല്ലോണം നോക്കണുണ്ട്. നല്ല കുട്ടിയാ അവള്. എന്താ സ്നേഹം. ഞാൻ വിചാരിക്കും എൻ്റെ ഭാഗ്യം ഗുരുവായൂരപ്പൻ എനിക്കായിട്ട് അയച്ചതാന്ന് തോന്നുന്നു അവളെ. ആ ഫാൻ്റെ സ്വിച്ച് ഒന്നിടൂ. ഷോ, മീരയ്ക്ക് ഫോൺ ചെയ്തിരുന്നു ഞാൻ. വല്ലാത്ത വാശിയിലാ അവള്. നീ വിളിച്ചതേ തെറ്റ്. എന്തിനാ വിളിക്കാൻ പോയേ? ഇവിടുത്തെ കാര്യങ്ങൾ വിളിച്ചറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ, അതുകൊണ്ട്. ഈ ജന്മം ഇങ്ങോട്ടില്ലെന്ന് അവള് പറഞ്ഞത്. എനിക്കറിയാം, അവൾ അതേ പറയൂ. അപ്പൊ സത്യനെ കുറിച്ച് അവള് പറഞ്ഞതൊക്കെ നേരാണോ? എന്താ അവള് പറഞ്ഞ? ഓഫീസിൽ ഏതോ പെൺകുട്ടിയായിട്ട് അവൻ അടുപ്പമുണ്ടോ? എനിക്കറിയില്ല. അവള് കണ്ണോണ്ട് കണ്ടു കാതോണ്ട് കേട്ടു എന്നാ പറയണത്. സത്യൻ ആ പെണ്ണിനെയും കൊണ്ട് ടൗണിലൊക്കെ ചുറ്റിത്തിരിയണതും അവളെ എവിടെ വെച്ചു കാണാന്ന് പറഞ്ഞതും ഏത് ഭാര്യ അമ്മ ഇതൊക്കെ? ചായ. സത്യം വരാറായില്ലേ? 5 മണി കഴിഞ്ഞല്ലോ. ആലിസേ, അവന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയൂ. ശരി. ഹലോ, സത്യനാഥ് സാറിനൊന്ന് കൊടുക്കാമോ? ഇല്ലേ? ശരി. സീറ്റിലില്ലാന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ ഇറങ്ങിയിട്ടുണ്ടാവും. സാർ, എവിടായിരുന്നു താൻ? സീറ്റിലില്ലാന്ന് പറഞ്ഞു. ഞാൻ ലേഔട്ടിലായിരുന്നു. ദാ RP ജോസഫിന്റെ സർവീസ് സ്റ്റോറി ആദ്യത്തെ 6 ചാപ്റ്റർ ഉണ്ട്. അടുത്ത ആഴ്ച മുതൽ കൊടുത്തോളൂ. ശരി. കുഴൽക്കിണർ കുഴിക്കുന്ന ഡ്രില്ലുകളോട് ശരവണൻ പോറ്റിക്ക് ഇടയ്ക്ക് അസൂയ തോന്നാറുണ്ട്. നമ്മളെക്കാൾ എത്ര ആഴത്തിൽ അവ ഭൂമിയെ അറിയുന്നു എന്നോർത്ത്. അപ്പോൾ അയാൾ ആരും കാണാതെ അവയുടെ അഗ്രങ്ങളിൽ മൂക്ക് ചേർത്ത് 0 ഗുരുത്വാകർഷണമുള്ള ഭൂകേന്ദ്രത്തിന്റെ ഗന്ധത്തിനു വേണ്ടി പരതും. കാട്ടാക്കടയിൽ ലാറ്ററൈറ്റ് ഇല്ല. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വിമല വന്നിരുന്നു. കുറേ നേരം നിന്നെ കാത്തിരുന്നു. വൈകിപ്പോ പോയി. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. സീറ്റിലില്ലാന്ന് പറഞ്ഞു. ഞാൻ ലേഔട്ടിലായിരുന്നു. ഇങ്ങനെ വിസിറ്റ് പോലെ ഒരു വരവും പോക്കും. 2 ദിവസം ഇവിടെ നിന്നൂടെ വിമലടുത്തേക്ക്? അവളുടെ പ്രയാസങ്ങൾ പറയണത് കേട്ടാ ഈ വിസിറ്റിംഗ് തന്നെ അധികാന്ന് തോന്നുന്നു. മോൾ ഇവിടെ ഇരിക്കൂ. എന്നിട്ട് കാട്ടാക്കടയിൽ ലാറ്ററൈറ്റ് ഇല്ല. അമ്മയ്ക്ക് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ചായ ഇട്ടു. ഈ മുറിയൊക്കെ ഒതുക്കി വെച്ചത് ഇതും ഹോം നഴ്സിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണോ? അല്ല, തെറ്റായി പോയോ ചെയ്തത്? ഒക്കെ അലങ്കോലായിട്ട് കിടക്കുന്ന കണ്ടപ്പോ. ശരിയാണ്, അമ്മ കിടപ്പിലായത് മൂലം അങ്ങനെയാ. അമ്മ മാത്രമല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളാ പലപ്പോഴും വലിയ ദുരന്തങ്ങളാവുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ. ആര് പറയണം? ഞാനോ? മറ്റാര് പറഞ്ഞാലും സാറ് പറയും പോലെ ആവില്ലല്ലോ. പറയാവുന്നത്ര പറഞ്ഞു, താഴാവുന്നത്ര താഴ്ന്നു. 2 കൊല്ലം 2 കൊല്ലം ഒരു ദിവസം പോലും എനിക്ക് സ്വയം തന്നിട്ടില്ല. അത് മനഃപൂർവ്വം ആവില്ല. ആവില്ലായിരിക്കാം. ആളുകളെ മനസ്സിലാക്കാനുള്ള എൻ്റെ കഴിവുകേട് കൊണ്ടാകാം. പക്ഷേ അന്നും ഇന്നും എപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു എന്നാ. സാരല്ല. പറയുന്നത് ധിക്കാരാവുന്നറിയാം. എന്നാലും സാറ് സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒരു ശ്രമം കൂടി നടത്തിക്കൂടെ? എൻ്റെ മനസ്സ് പറയുന്നു എല്ലാം നേരെയാവുന്നു. ഇവിടെ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ, അത് കഴിഞ്ഞ് വിമലടത്തി ഫോൺ ചെയ്തപ്പോൾ എൻ്റെ മനസ്സൊന്നാടിയതാ. നിങ്ങളെ വിചാരിച്ചല്ല, ആ അമ്മയെ വിചാരിച്ച്. ഇനിയില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ ഞാൻ? അവിടെ കൊണ്ടുവന്ന് പൊറപ്പിച്ചിട്ടുണ്ടല്ലോ ഒരുത്തിയെ, ഒരു ഹോം നഴ്സിനെ. മുമ്പ് നിങ്ങൾക്ക് അവിടെ ഒരു ഹോം നഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. മീരെ, എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ. സംസാരിച്ച് തീർക്കാവുന്ന തെറ്റിദ്ധാരണ അല്ല, എല്ലാം എൻ്റെ ശരിയായ ധാരണയാ. ഇത് മനസ്സിലാക്കാൻ ഇത്രയും വൈകിയല്ലോ എന്നാ എന്റെ സങ്കടം. അല്ല, സങ്കടമല്ല, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത് അതോർക്കുമ്പോഴാ. മീരെ, പ്ലീസ്, ഞാൻ പറയുന്നു, പ്ലീസ്. വേണ്ട, ഒന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന്. അതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു. ഇനി വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇതെന്റെ വീടാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നില്ല. കുറച്ചു കാലം കൂടെ താമസിച്ചെന്റെ മര്യാദ ഓർത്ത്. കവിയുടെ മനസ്സിൽ സാമാന്യ ബുദ്ധി എന്നൊന്ന് ഇപ്പോഴും ഉണ്ടെങ്കിൽ, ആത്മാഭിമാനത്തിന്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, സ്വയം മനസ്സിലാക്കി ഉചിതം പോലെ ചെയ്യാം.
കെഞ്ചി പറഞ്ഞമ്മ ഞാൻ അവളോട്, കെഞ്ചി പറഞ്ഞു. കേട്ടില്ല അവള്. നിന്റെ കുറ്റമല്ല മോനെ. ഇതൊരു പക്ഷേ ഞാൻ ചെയ്ത മുജ്ജമ്മ പാപത്തിന്റെ ഫലാവോ? സർ, സർ, ഈ മഴക്കോട്ട് വെച്ചോളൂ. മഴ പെയ്തേക്കും.